ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കാലടി ശൃംഗേരി ക്ഷേത്രത്തിൽ തീർത്ഥാടകരുടെ നിറസാന്നിധ്യം. ആദിശങ്കരന്റെ ജന്മം കൊണ്ട് പരിപാവനമായ കാലടി ശൃംഗേരി ക്ഷേത്രത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെ കൊണ്ട് നിറയുന്നു. 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ക്ഷേത്രത്തോട് ചേർന്നുള്ള പുതിയതായി തുടങ്ങിയ ഭജന സ്ഥലത്തിന്റെ 1ാം വാർഷികമായിട്ട് രാജസ്ഥാനിൽ നിന്നുള്ള 175 തീർത്ഥാടന കുടുംബങ്ങൾ അവിടെ വന്ന് ഭജനയിരുന്ന് ശങ്കര ശ്രുതികൾ ആലപിക്കുകയാണ്. ഈ യാത്രയ്ക്ക് രാജസ്ഥാനിൽ നിന്നുള്ള പുരുസ്വാമി നേതൃത്വം നൽകുന്നുണ്ട്. ശങ്കരാചാര്യരുടെ മാതാവ് ആര്യാബയുടെ സമാധി സ്ഥലത്ത് പൂജ ചെയ്യുന്നതും ദർശനം നടത്തുന്നതും പുണ്യമായി ഇവർ കണക്കാക്കുന്നു. വന്നിരിക്കുന്ന 175 കുടുംബക്കാർ ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലത്ത് വന്ന് ഇവരുടെ കുടുംബങ്ങളിലുള്ള ആൺകുട്ടികൾക്കും പൂണൂൽ ഇടുന്ന ചടങ്ങ് ഇവിടെ വെച്ച് നടത്തുന്നത് പുണ്യമായി കരുതി 16 കുട്ടികൾക്ക് പൂണൂൽ ഇടുന്ന ചടങ്ങ് നടത്തി. हम लोग राजस्थान से आए हैं, अजमेर से, ब्रह्मा की नगरी पुष्कर से आए हैं. 175 का हमारा ग्रुप है, बहुत अच्छा ग्रुप है. सब हम ब्राह्मण लोग हैं और भगवान के दर्शन करने के लिए हम आए हैं. How many days here, Kerala? केरल हम घूमने भी आए हैं और हमारी भागवत कथा भी हो रही है. Adi Sangra place, how many Sangra place? भागवत कथा मतलब भागवत हरि नाम संकीर्तन. Sankirtan. Okay. गुरुवार में कथा हो रही है, बोलो. गुरुवार में कथा. गुरुवायूर मतलब पंकज होटल है ना, गुरुवायूर. गुरुवायूर स्टेशन. ഇതിന് ഇവർ പൂനൂൽ കല്യാണം എന്നാണ് പറയുന്നത്. അതിന് മുൻകൂട്ടി ക്ഷേത്രത്തിൽ ബുക്ക് ചെയ്ത് തന്ത്രികളെ കൊണ്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത്. പ്രത്യേക പൂജയും ചടങ്ങുകൾക്ക് ശേഷം വിഭവസമൃദ്ധമായ പൂനൂൽ കല്യാണ സദ്യയും ഉണ്ടാവും. കൂടാതെ തീർത്ഥാടകർ ശങ്കരാചാര്യർ സന്യാസം സ്വീകരിക്കാൻ അമ്മയിൽ നിന്ന് അനുവാദം കിട്ടുന്നതിനായി ശങ്കരാചാര്യരെ മുതല പിടിച്ചത് സന്യാസം സ്വീകരിക്കാൻ അമ്മ അനുവാദം നൽകിയെങ്കിലേ മുതല കാലിന്മേൽ നിന്ന് പിടിവിടത്തുള്ളൂ എന്ന ശങ്കരാചാര്യർ അമ്മയോട് പറഞ്ഞ സന്യാസത്തിന് അമ്മ അനുവാദം കൊടുത്ത ശേഷമാണ് മുതല കാലിൽ നിന്നും പിടുത്തം വിട്ട എന്നുള്ള സ്മരണ നിലനിർത്തുന്ന മുതലക്കടവിൽ തീർത്ഥാടകർ സ്നാനം നടത്തി. ശങ്കരാചാര്യരുടെ അമ്മ ആര്യാബ സ്നാനം നടത്തിയ പെരിയാറിന്റെ മുതലക്കടവിൽ തീർത്ഥാടകർ കുളിച്ചു. പെരിയാറിൽ നിന്ന് കുടത്തിൽ വെള്ളം ശേഖരിച്ചു. ഗംഗാനദിയിലെ വെള്ളം ശേഖരിക്കുന്ന പോലെ പുണ്യനദിയായ പെരിയാറിൽ നിന്നുള്ള വെള്ളം ശേഖരിച്ച് വീടുകളിൽ കൊണ്ടുപോയി വീടുകളിൽ നടക്കുന്ന പൂജകളിൽ മറ്റു കർമ്മങ്ങളിൽ ഈ വെള്ളം ഉപയോഗിക്കുന്നത് പുണ്യമായി കണക്കാക്കി തീർത്ഥാടകർ ക്ഷേത്രത്തിൽ വെള്ളം ശേഖരിച്ച് കുടം പൂജാരിയെ കൊണ്ട് പൂജിച്ച് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതായി ശ്രീ ശങ്കര ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ സൂര്യസ്വാമി പറഞ്ഞു. ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ഭക്തജനങ്ങൾ തീർത്ഥാടനത്തിനായി ദിവസം ശങ്കരാചാര്യ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. അവർക്ക് താമസത്തിനായി എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ചെയ്തു കൊടുക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാലടി.